പ്രവാചകന്റെ പുസ്തകം 27-ാം അധ്യായം. യോശിയാവിൻ്റെ മകനായ യഹൂദ രാജാവായ യഹോയാക്കീമിൻ്റെ വാഴ്ചയുടെ ആരംഭത്തിങ്കൽ യഹോവയിങ്കൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട്. എന്തെന്നാൽ യഹോവ എന്നോട് ഇപ്രകാരം ചെയ്തു, നീ കയറും നുകവും ഉണ്ടാക്കി നിന്റെ കഴുത്തിൽ വയ്ക്കുക. പിന്നെ അവയെ യഹൂദ രാജാവായ സിദെക്കീയാവിൻ്റെ അടുക്കൽ വരുന്ന ദൂതന്മാരുടെ കയ്യിൽ ഏദോം രാജാവിനും മോവാബ് രാജാവിനും അമ്മോന്യരുടെ രാജാവിനും സോർ രാജാവിനും സീദോൻ രാജാവിനും കൊടുത്തയച്ച് തങ്ങളുടെ യജമാന്മാരോട് പറവാൻ നീ അവരോട് കൽപ്പിക്കേണ്ടത്. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം ചെയ്യുന്നു, നിങ്ങളുടെ യജമാനന്മാരോട് ഇപ്രകാരം പറവീൻ, ഞാൻ ഭൂമിയെയും ഭൂതലത്തിലെ മനുഷ്യരെയും മൃഗങ്ങളെയും എൻ്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും ഉണ്ടാക്കിയിരിക്കുന്നു. എനിക്ക് ബോധിച്ചവന് ഞാൻ അത് കൊടുക്കും. ഇപ്പോഴോ ഞാൻ ഈ ദേശങ്ങളെയൊക്കെ എൻ്റെ ദാസനായ ബാബേൽ രാജാവായ നെബൂഖദ്നേസറിൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. അവനെ സേവിക്കേണ്ടതിന് വയലിലെ മൃഗങ്ങളെയും ഞാൻ അവന് കൊടുത്തിരിക്കുന്നു. സകല ജാതികളും അവനെയും അവൻ്റെ മകനെയും മകൻ്റെ മകനെയും അവൻ്റെ ദേശത്തിൻ്റെ കാലാവധിയാകുവോളം സേവിക്കും. അതിൻ്റെ ശേഷം അനേകം ജാതികളും വലിയ രാജാക്കന്മാരും അവനെ കൊണ്ട് സേവ ചെയ്യിക്കും. ബാബേൽ രാജാവായ നെബൂഖദ്നേസറിനെ സേവിക്കുകയോ ബാബേൽ രാജാവിൻ്റെ നുഖത്തിന് കഴുത്തു കീഴ്പ്പെടുത്തുകയോ ചെയ്യാത്ത ജാതിയെയും രാജ്യത്തെയും ഞാൻ അവൻ്റെ കൈകൊണ്ട് അവരെ മുടിച്ചു കളയും വരെ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും സന്ദർശിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ ബാബേൽ രാജാവിനെ സേവിക്കേണ്ടി വരികയില്ല എന്ന് പറയുന്ന നിങ്ങളുടെ പ്രവാചകന്മാർക്കും പ്രശ്യന്മാർക്കും നിങ്ങളുടെ നിങ്ങൾക്കും നിങ്ങളുടെ ശകുനവാദികൾക്കും ക്ഷുദ്രക്കാർക്കും ചെവി കൊടുക്കരുത്. നിങ്ങളെ നിങ്ങളുടെ ദേശത്ത് നിന്ന് അകറ്റിക്കളവാനും ഞാൻ നിങ്ങളെ നീക്കിക്കളഞ്ഞിട്ട് നിങ്ങൾ നശിച്ചു പോകുവാനും ഇടയാകത്തക്കവണ്ണം അവർ നിങ്ങളോട് ഭോഷ്ക് പ്രവചിക്കുന്നു. എന്നാൽ ബാബേൽ രാജാവിൻ്റെ നുഖത്തിന് കഴുത്ത് കീഴ്പ്പെടുത്തി അവരെ സേവിക്കുന്ന ജാതിയെ ഞാൻ അവരുടെ ദേശത്ത് നിന്ന് വസിക്കുമാറാക്കും. അവർ അതിൽ കൃഷി ചെയ്ത് അവിടെ പാർക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അങ്ങനെ തന്നെ യഹൂദ രാജാവായ സിദെക്കീയാവോടും പ്രസ്താവിച്ചതെന്നാൽ നിങ്ങൾ ബാബേൽ രാജാവിൻ്റെ നുഖത്തിന് കഴുത്ത് കീഴ്പ്പെടുത്തി അവനെയും അവൻ്റെ ജനത്തെയും സേവിച്ചു ജീവിച്ചുകൊള്ളുവിൻ. ബാബേൽ രാജാവിനെ സേവിക്കാത്ത ജാതിയെക്കുറിച്ച് യഹോവ അരുളി ചെയ്തതുപോലെ നീ നിന്റെ പ്രജകളും വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കുന്നത് എന്തിന്? നിങ്ങൾ ബാബേൽ രാജാവിനെ സേവിക്കേണ്ടി വരികയില്ല എന്ന് പറയുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത്. അവർ ഭോഷ്കത്രേ നിങ്ങളോട് പ്രവചിക്കുന്നത്. ഞാൻ അവരെ അയച്ചിട്ടില്ല എങ്കിലും ഞാൻ നിങ്ങളെ നീക്കിക്കളവാനും നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരും നശിച്ചു പോകുവാനും തക്കവണ്ണം അവർ എൻ്റെ നാമത്തിൽ ഭോഷ്ക് പ്രവചിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. പിന്നെ ഞാൻ പുരോഹിതന്മാരോടും സകല ജനത്തോടും പ്രസ്താവിച്ചതെന്നാൽ യഹോവ ഇപ്രകാരം ചെയ്യുന്നു, യഹോവയുടെ ആലയം വക ഉപകരണങ്ങൾ ഇപ്പോൾ ക്ഷണത്തിൽ ബാബേലിൽ നിന്ന് തിരികെ കൊണ്ടുവരും എന്നിങ്ങനെ പ്രവചിക്കുന്ന നിങ്ങളുടെ പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത്. അവർ ഭോഷ്കത്രേ നിങ്ങളോട് പ്രവചിക്കുന്നത്. അവർക്ക് ചെവി കൊടുക്കരുത്. ബാബേൽ രാജാവിനെ സേവിച്ച് ജീവിച്ചുകൊള്ളുവീൻ. ഈ നഗരം ശൂന്യമായിരുന്നതെന്തിന്? അവർ പ്രവാചകന്മാരാകുന്നുവെങ്കിൽ യഹോവയുടെ അരുളപ്പാട് അവർക്കുണ്ടെങ്കിൽ യഹോവയുടെ ആലയത്തിലും യഹൂദ രാജാവായ അരമനയിൽ യെരൂശലേമിലും ശേഷിച്ചിരിക്കുന്ന ഉപകരണങ്ങൾ ബാബേലിലേക്ക് കൊണ്ടുപോകാതിരിക്കേണ്ടതിന് അവർ സൈന്യങ്ങളുടെ യഹോവയോട് പക്ഷവാദം കഴിക്കട്ടെ. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യഹോയാക്കീമിൻ്റെ മകനായി യഹൂദ രാജാവായ യെക്കൊന്യാവിനെയും യഹൂദയിലും യെരൂശലേമിലുള്ള സകല കുലീനന്മാരെയും യെരൂശലേമിൽ നിന്ന് ബാബേലിലേക്ക് പിടിച്ചു കൊണ്ടുപോയപ്പോൾ അവൻ എടുക്കാതെ വെച്ചിരുന്ന സ്തംഭങ്ങളെയും കടലിനെയും പീഠങ്ങളെയും ഈ നഗരത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷം ഉപകരണങ്ങളെയും കുറിച്ച് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം ചെയ്യുന്നു. അത് യഹോവയുടെ ആലയത്തിലും യഹൂദ രാജാവിൻ്റെ അരമനയിലും യെരൂശലേമിലും ശേഷിപ്പുള്ള ഉപകരണങ്ങളെക്കുറിച്ച് തന്നെ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം ചെയ്യുന്നു. അവയെ ബാബേലിലേക്ക് കൊണ്ടുപോകും. ഞാൻ അവരെ സന്ദർശിക്കുന്ന നാൾ വരെ അവ അവിടെ ഇരിക്കും. പിന്നത്തേതിൽ ഞാൻ അവയെ ഏതെങ്കിലും സ്ഥലത്ത് മടക്കി വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്.